ഇത്ര വലിയ അത്ഭുതം ഇത് എനിക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ചാടി ചാടി. അയ്യോ എന്നോട് ക്ഷമിക്കണേ, അബദ്ധത്തിൽ അങ്ങോട്ട് എറിഞ്ഞതാ. വളരെ പ്രത്യേകതയുള്ള കാടാണല്ലോ. ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ കാണുന്നേ. കൊള്ളാം, ചാടി ചാടി. അയ്യോ മോളെ, നിന്നെ കാണാൻ എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. ഡോക്ടർ ബാലു, നിങ്ങൾ രണ്ടായാണല്ലോ കാണുന്നത്. ഇവിടെ വരൂ. ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. താങ്കൾ ഇവിടെ വരൂ, ചാടി ചാടി. ഇത് മനോഹരമായ സ്ഥലമാണല്ലോ. ഇതേതാ ഈ കാട്? നീ ഒരു പാവമാണ്, കണ്ടിട്ട് പാവയാണ്. ഇത് കാടല്ല, ഇതൊരു നഗരമാണ്. എന്റെ കൂടെ വരൂ, അല്ലെങ്കിൽ ഈ നഗരത്തിൽ ഒറ്റപ്പെട്ടു പോകും. ഇതാരാ ഡോക്ടർ ബാലു? ഇവൾ കാട്ടുവാസിയാണ്, കൂടാതെ എന്റെ മിത്രാണിയുമാണ്. മിത്രാണിയോ? അതെന്താ ഈ മിത്രാണി? നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? എന്റെ മകളാ മിത്രമാണ് മിത്രാണി. ഇവിടെ വരൂ. ഓയ് എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ കളിയാക്കേണ്ട ഒരു ആവശ്യവുമില്ല, മനസ്സിലായോ? ഞാൻ കാട്ടിൽ ഒരു ആനയെ ചികിത്സിക്കാൻ പോയതായിരുന്നു. ഇവളെ അവിടെ വെച്ചാണ് കണ്ടത്. പരിചയപ്പെട്ടപ്പോൾ നാട് കാണിക്കാനായി ഇവിടേക്ക് കൊണ്ടുവന്നു. ഇവിടെ വരൂ. അല്ലെങ്കിൽ വേണ്ട, എന്റെ ആവശ്യമായതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് വരാം. അല്ല, ഡോക്ടറിന്റെ ആവശ്യം എന്താണ്? രണ്ട് ആവശ്യമുണ്ട്. ഒന്ന് എന്റെ ആവശ്യമാണ്, പിന്നെ എനിക്ക് നിങ്ങളെ കൊണ്ടും ആവശ്യമുണ്ട്. ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസത്തേക്ക് മിത്രാണിയെ ഇവിടെ നിർത്താമോ? അതെന്താ, ഡോക്ടറിന്റെ കൂടെ നിർത്തിക്കൂടെ? മറ്റൊന്നും ഉണ്ടായിട്ടല്ല. എനിക്ക് ഒരു രോഗിയെ അത്യാവശ്യമായി നോക്കേണ്ടതുണ്ട്, മനസ്സിലായോ? രാത്രിക്കുള്ളിൽ ഞാൻ തിരികെ വരും. അതുവരെ എന്റെ കൂട്ടുകാരി ഒറ്റയ്ക്കായി പോകും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നോക്കാമോ? ഓഹോ, ഡോക്ടർ എന്തിനാ ഇത്രയും സംസാരിക്കുന്നേ? ചാടി ചാടി. നീ എന്താണ് പറഞ്ഞു വരുന്നത്? അതായത് ഞാൻ വലുതല്ലേ, ഇവരെന്തിനാ എന്നെ നോക്കുന്നത്? ഞാൻ ഇവരെ നോക്കിയാ പോരെ? അയ്യോ, എന്നെ ഇവിടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ചിലപ്പോ അങ്ങ് മുകളിലോട്ട് പോയെന്ന് വരും. സംശയമുണ്ടോ? ഡോക്ടർ പോയിക്കോളൂ, ഇവരെയൊക്കെ ഞാൻ നോക്കിക്കോളാം. ചാടി ചാടി. ആർക്ക് ആരെയാണ് നോക്കേണ്ടത്? എല്ലാവരും നോക്കിക്കോളൂ. പക്ഷേ ഒരു കാര്യം ഓർത്തോളണം, എന്റെ കൂട്ടുകാരിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുത്. മിത്രാണി ചേച്ചി വരൂ, നിങ്ങളെ ഞങ്ങൾ നഗരം കാണിക്കാൻ കൊണ്ടുപോകാം. സത്യമാണോ? നിങ്ങളൊക്കെ വളരെ നല്ലവരാണ്. പോകാം. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ഒരു കാര്യം ഓർമ്മ വേണം, തിരിച്ചു വരുമ്പോ ഇവരെ പുറത്തേക്ക് എടുക്കേണ്ടതാ. സംശയമുണ്ടോ? ചില സ്വപ്നങ്ങളിൽ നമ്മുടെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത പലതും നടക്കും. അത് കണ്ണുകൾക്ക് പോലും താങ്ങാൻ കഴിയില്ല. സംശയമുണ്ടോ? എന്താന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി ആന കുത്തിക്കേറ്റാൻ നോക്കിയാൽ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷേ ആനേന്ദ്ര ഫ്രിഡ്ജിനകത്ത് കുത്തിക്കേറ്റാൻ നോക്കുന്നേ. ഒരു ചൊല്ലു പോലെ പറഞ്ഞതാ, ഇവര് ഈ കാറിനകത്ത് കയറ്റാൻ പറ്റില്ല. എന്നാ പിന്നെ എന്റെ മോളിൽ കയറ്റി ഇരുത്താലോ? ആഹാ, ചില സമയങ്ങളിൽ കടലാസ് പൂവുകൾക്ക് പോലും സുഗന്ധം ഉണ്ടാവും. സംശയമുണ്ടോ? ഹണി, നീ ഒരു കഴുത, പമ്പര വിട്ടി, പിന്നെ കുരുത്തം കെട്ടവൻ. നീ എന്താ പറഞ്ഞേ? അല്ലല്ലോ, നീ ഭയങ്കര ബുദ്ധിമാനാ. അടിപൊളി ഐഡിയ അല്ലേ പറഞ്ഞേ? കൊള്ളാം. നിങ്ങൾ കാറിന്റെ മുകളിൽ ഇരുന്നോ. കൊള്ളാലോ. വിഷു ഈ പ്രാവശ്യം നേരത്തെ വന്നോ കൊച്ചലിയാ? എടാ, അത് പടക്കമല്ല, ടയർ പൊട്ടിയ ശബ്ദമാ കേട്ടത്. സംശയമുണ്ടോ? കൂട്ടുകാരെ, ഇവരെ കൊണ്ടുവന്നത് റിസ്ക് ആണല്ലോ. റിസ്കിനെ കയ്യിൽ പിടിച്ചോണ്ട് പോവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുകയുമില്ല. സംശയമുണ്ടോ? ഒരു കാര്യം ചെയ്യാം, ഇവരെയും കൊണ്ട് ലഞ്ച് കഴിക്കാൻ നമുക്ക് പോകാം. സമാധാനത്തോടെ കഴിക്കുകയും ചെയ്യാം. എനിക്ക് മനസ്സിലായി, നിനക്ക് അവര് കഴിക്കുന്ന കാര്യത്തെക്കാൾ കൂടുതൽ നീ കഴിക്കുന്ന കാര്യത്തിലാ പേടിയുള്ളത് അല്ലേ? പക്ഷെ ആ ഐഡിയ മോശമൊന്നുമല്ല. നമുക്ക് നടന്നു പോകേണ്ടി വരും.
സമോസ ഓ എന്റെ സോർദാറെ നമ്മൾ കഴിക്കാൻ വേണ്ടി തന്നെ ഈ പോന്നേ. അറിയാം, പക്ഷെ ഇതൊരു ട്രെയിലർ അല്ലേ? നിയന്ത്രണം വിട്ട പ്ലെയിൻ എവിടെങ്കിലും പോയി ഇടിച്ചോട്ടെ. എന്ന് വെച്ചാ ഇവ സമൂസ തിന്നോട്ടെ എന്ന്. അല്ലെങ്കിൽ നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അയ്യോ മിത്രാണിത് എവിടെ പോയി? അയ്യോ കൂട്ടുകാരെ, അവരെ കാണാതായ ഡോക്ടർ ബാലു പ്രശ്നമുണ്ടാക്കും. എന്റെയൊക്കെ കാലും കൈയും കെട്ടി ഞാൻ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടും. ആ വേഗം വാ, നമുക്ക് അവരെ പോയി നോക്കാം. ഇത് കൊള്ളാലോ. പഴങ്ങളൊക്കെ ഇവിടെ താഴെ തന്നെ ഉണ്ടല്ലോ. മരത്തിലേക്ക് വലിഞ്ഞു കയറേണ്ട ആവശ്യമേ ഇല്ല. ഔ, ഔ. എടാ അങ്ങോട്ട് നോക്ക്, അവരിത് അവിടെയുണ്ട്. ഒരു ചെറിയ ഈച്ച കൊല്ലാൻ ആരും വാൾ ഉപയോഗിക്കാറില്ല. സംശയമുണ്ടോ? മുമ്പിരിക്കുന്ന ആളുടെ സൈസ് നോക്കിയിട്ട് വേണം ദേഹത്തോട്ട് വീഴാൻ. കേട്ടോടോ കാലമാടാ. നിക്ക്, അവരെ അടിക്കണ്ട, ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? നിങ്ങൾക്ക് എന്താ കണ്ണു കാണില്ലേ? ഞാൻ കഴിക്കുന്ന കണ്ടില്ലേ? നിങ്ങൾ കാടിന്റെ മഹാറാണിയാണ്, മിത്രാണിയാണ്, മഹിളയാണ്. അതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കരടിയേ അല്ല. അപ്പൊ ഞാനൊരു കുറുക്കത്തിയാണോ? അല്ല, നിങ്ങൾ കാട്ടുകരടിയാണ്, കാട്ടുകരടി. കാട്ടിൽ ഒരുപാട് ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പറിച്ചു കഴിക്കാം, ആരും നിങ്ങളെ തടയില്ല. കണ്ടില്ലേ? ഇവിടുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ് കൊടുക്കേണ്ടി വരും. അല്ല, ഈ കാശെന്ന് വെച്ചാ എന്താ? കാശ് അത് പിന്നെ പറഞ്ഞു തരാം. ആദ്യം നിങ്ങളെ ഇവിടുന്ന് രക്ഷിക്കാം ഞങ്ങൾ. നിൽക്ക്. നിങ്ങൾ ശക്തിവാനാണ്, ബുദ്ധിമാനാണ്, മഹാനാണ്. എന്തിനേറെ നിങ്ങളൊരു മല്ലനേ അല്ല. എന്താ തനിക്ക് ബോഡി കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇത് കണ്ടിട്ട് തന്നെ ഈ പറഞ്ഞത്. നിങ്ങളൊരു മല്ലനല്ല, നിങ്ങളൊരു റെസ്ലറാ, റെസ്ലർ. നിങ്ങൾ പോയി ഗുസ്തി പിടിച്ചാൽ നന്നായിരിക്കും. ഒളിമ്പിക്സിൽ നമ്മുടെ രാജ്യത്തിന്റെ പേര് വാനോളം ഉയർത്തണം. നിങ്ങളൊരു സ്റ്റാർ ആണ്, സ്റ്റാർ, സൂപ്പർ സ്റ്റാർ. അതെ അതെ, നിങ്ങൾ കാണുന്നത് കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. നിങ്ങൾ ഇങ്ങനെ ചെറിയ ജോലി ചെയ്യാനല്ല ജനിച്ചത്. നിങ്ങൾ എവിടെ നിൽക്കുന്നു? ഈ കരടി എവിടെ നിൽക്കുന്നു? ഈ കരടി ഞങ്ങൾ എല്ലാവരെയും തല്ലി. കൊള്ളാലോ. ഇവരെന്തൊക്കെയായി പറയുന്നത്? ഞാനെന്തിനാ ഇവരെ തല്ലുന്നത്? എനിക്ക് ഇവരെ അറിയാൻ പോലുമില്ല. ചാടി ചാടി. ഈ കരടി ഞങ്ങൾക്ക് ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കി. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള പൈസ കിട്ടണം. അയ്യോ, ആരെങ്കിലും പറഞ്ഞു തരാമോ? ഈ കാശെന്ന് വെച്ചാ എന്താണ്? മിത്രാണി ചേച്ചി, അഥവാ നമ്മൾ പഴങ്ങൾ വാങ്ങണമെങ്കിൽ കാശ് കൊടുത്തേ മതിയാകൂ. ഞാൻ ദാ ഈ പഴം കഴിച്ചു കഴിഞ്ഞാൽ അതിന് കാശ് കൊടുത്തേ മതിയാകൂ. പക്ഷേ കൊടുക്കുന്നത് ബണ്ണിയാണ്. നിങ്ങൾ വീട്ടിൽ വന്ന് കാശ് മേടിച്ചോ. ഇനി ഈ കൊടുങ്കാറ്റ് എങ്ങോട്ടാ വീശാൻ പോകുന്നേ? അതെ, ഇവരെ കൂടെ കൊണ്ട് നടക്കുന്നത് ഒരു കൊടുങ്കാറ്റിനെ കൂടെ കൊണ്ട് നടക്കുന്നത് പോലെയാണ്. ഐഡിയ. നഗരത്തിൽ സർക്കസ് ഉണ്ട്. ഇവരെയും കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. കുറച്ച് മണിക്കൂർ നമുക്ക് സമാധാനം കിട്ടും. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് സിംഹത്തിന്റെ അഭ്യാസങ്ങളാണ്. ഭാഗ്യത്തിൽ 2-3 മണിക്കൂർ സമാധാനത്തോടെ ഷോ കാണാം. പേടിത്തൊണ്ടൻ സിംഹം. ഞങ്ങളുടെ കാട്ടിൽ സിംഹം രാജാവാണ്. എല്ലാവർക്കും സിംഹത്തിനാണ് പേടി. ഇവിടെ ഈ സിംഹം മനുഷ്യരെയാണ് പേടിക്കുന്നത്. ചാടി ചാടി. അയ്യോ, ആ സിംഹത്തിനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അത് ഇറങ്ങി വരും. ചാടി ചാടി. ആഹാ, നിനക്ക് സിംഹത്തിന് പേടിയാണോ? എനിക്ക് പേടിയൊന്നുമില്ല, ചെറിയൊരു ഭയം മാത്രമേ ഉള്ളൂ. ഈ സിംഹം ഒരു എലിയെ പോലെയാ. സ്റ്റൂളിൽ കയറിയിരിക്കുന്ന കണ്ടില്ലേ? ചാടി ചാടി. അങ്ങോട്ട് ഞാൻ പറയുന്നതായിരിക്കും താൻ അനുസരിക്കുന്നത്. ഈ സിംഹം മിക്കവാറും നമ്മുടെ ഷോ നശിപ്പിക്കും. വേഗം ആന ഇങ്ങോട്ട് ഇറക്കി വിട്. ഇതിലെന്താ ഇത്ര വലിയ അത്ഭുതം? ഇത് എനിക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ചാടി ചാടി. അയ്യോ, എന്നോട് ക്ഷമിക്കണേ. അബദ്ധത്തിൽ അങ്ങോട്ട് എറിഞ്ഞതാ. അയ്യോ, ഓടിക്കോ.
മണി ഇവിടെ വരൂ. ഞാൻ ഒരു മുയലിനെ ചികിത്സിക്കാനാണ് ഇവിടെ വന്നത്. ഇവിടെ എല്ലാവരും മുയലിനെ പോലെ ചാടി ചാടി പോവുകയാണല്ലോ. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഡോക്ടർ വിഡ്ഢിയാണെന്നും ദുഷ്ടനാണെന്നും മുഖം കണ്ട ചിലപ്പോ തോന്നും. എന്താ പറഞ്ഞത്? പക്ഷെ അങ്ങനെയല്ലല്ലോ. ഡോക്ടറിന് മനസ്സിലായില്ലേ? ഇതെല്ലാം താങ്കളുടെ മഹിളാ മിത്രം കാരണമായി സംഭവിച്ചത്. എവിടെ വരൂ. നീ ആ ബോൾ കൊണ്ട് എല്ലാം നശിപ്പിച്ചു. ആ മൃഗങ്ങളെല്ലാം ഇവിടെ നിന്ന് ഓടിച്ചു. അയ്യോ, എന്റെ സർക്കസ് മൊത്തത്തിൽ നശിപ്പിച്ചു. ഇതൊക്കെ എന്റെ തെറ്റാണെന്നാണോ പറയുന്നത്? എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പക്ഷെ എവിടെയൊക്കെയോ നഷ്ടങ്ങൾ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. നിങ്ങൾ വികൃതിയും തെമ്മാടിയും താന്തോന്നിയുമാണ്. അല്ലല്ല, അത് സർക്കസുകാർക്ക് തോന്നിക്കാണും. നിങ്ങൾ ഒരു പാവമാണ്, നല്ലവളാണ്, വളരെ സുന്ദരിയാണ്. ഈ നഗരത്തിന് നിങ്ങൾ ഭാരമാണ്. അതുകൊണ്ട് നിങ്ങൾ കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ വന്നത് ഒരു ദിവസത്തേക്ക് വേണ്ടിയല്ലേ. പക്ഷെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ നിമിഷവും ഞാൻ അടിച്ചു പൊളിച്ചു. ഇപ്പൊ ഇവിടെ നിൽക്കാനാ തോന്നുന്നത്. ചാടി ചാടി. ഇനി നിങ്ങൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഈ സിറ്റിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും. ഇത് താമസിക്കാൻ പറ്റിയ സ്ഥലവുമല്ല. കാട്ടിലാണെങ്കിൽ താമസിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും. പക്ഷെ എനിക്ക് ഇവിടെയാ കൂടുതൽ സന്തോഷം കിട്ടുന്നത്. നിങ്ങളെ പോലുള്ള നല്ല കുട്ടികളെ കാട്ടിൽ എവിടെ കിട്ടാനാ? ഈ ഹണി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചാടി ചാടി. അയ്യോ, അവനെ ഞെക്കി പിഴിയല്ലേ. കാട്ടിലെ മരത്തിൽ നിന്ന് ഹണി കിട്ടും. പക്ഷെ ഇവന്റെ പേര് മാത്രമേ ഉള്ളൂ ഹണിന്ന്. സംശയമുണ്ടോ? ഇവിടെ വരൂ. നീ വളരെ നല്ലവളാണ്. ഈ സ്ഥലം നിനക്ക് ചേർന്നതേ അല്ല. ആദ്യം ഞാൻ ഈ സ്ഥലം നന്നാക്കിയെടുക്കും. നഗരത്തിൽ കൂടുതൽ മരം നട്ടുകൊടുക്കും. ജനങ്ങൾക്ക് നിന്നെ പറ്റി പറഞ്ഞു കൊടുക്കും. പിന്നീട് നിന്നെ കാട്ടിൽ നിന്ന് നേരെ ഇവിടേക്ക് കൊണ്ടുവന്ന് താമസിപ്പിക്കും. സത്യത്തിൽ നിങ്ങളൊക്കെ വിട്ടിട്ട് പോകാൻ എനിക്ക് തോന്നുന്നതേ ഇല്ല. എന്നാ പോകണ്ടെന്നേ. നീ എന്തുവാടാ ഈ പറയുന്നേ? കാട്ടിൽ അവർക്ക് സ്വന്തമായി വീടുണ്ട്, കൂട്ടുകാരും ഉണ്ട്. അവരെ എല്ലാം വിട്ട് ഇവിടെ എത്ര നാൾ വന്ന് താമസിക്കുമെന്നാ? അതെ അതെ, നമ്മളെ കാണാൻ എപ്പോ തോന്നുന്നു അപ്പൊ ഇങ്ങോട്ടേക്ക് വന്നാ മതിയല്ലോ. കാട്ടിലേക്ക് എത്ര ദൂരമൊന്നുമില്ലല്ലോ. എന്താ ശരിയല്ലേ? ശരിയാണ്. അല്ലെങ്കിലും നീ എന്റെ കൂട്ടുകാരിയല്ലേ. നിന്നെ കാണാൻ വേണ്ടി ഞാൻ കാട്ടിലേക്ക് വന്നുകൊള്ളാം. ഇപ്പൊ പോയാലോ? ഡോക്ടറാ പറഞ്ഞത് ശരിയാണ്. നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ചാടി ചാടി.